ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തുംകൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തുംകൂര് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ലോഡ് ആയിട്ടുള്ളത്. നമ്മളെ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെയ്റ്റ്ലെസ് കട്ടയാണ് കേട്ടോ. അത് സിമെൻറ്റിൻ്റെ ഒക്കെ പോലെ ഒരു കട്ടയാണ്, കാരണം കുറഞ്ഞൊരു കട്ടയാണ്. അതായത് ഇതുപോലത്തെ കട്ടയാണ്. ഇതൊക്കെ അതിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ വണ്ടിയിൽ കയറ്റണത് പൊട്ടി വരുമ്പോൾ വേസ്റ്റാക്കും. ഈ സെൻറ്ററിൽ നിൽക്കുന്ന ട്രാക്ടർക്ക് ആ പൊട്ടി വരുന്നതൊക്കെ അങ്ങനെ മാറ്റും. ഈ വണ്ടിയിലൊക്കെ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയിൽ നമ്മളെ വണ്ടിയിൽ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വരുന്നതിന് പൊട്ടി വരുന്നത് വലിയ ട്രാക്ടർക്ക് തട്ടും. അത് ട്രാക്ടർ ഇങ്ങനെ പുറത്ത് കൊണ്ട് തട്ടും. അതിൻ്റെ ആ ഭാഗത്തൊക്കെ ഫുള്ള് മലമാരി കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് കോഴിക്കോട്ടേക്കാണ് നമുക്ക് ലോഡായിട്ടുള്ളത്. അപ്പോൾ ട്രാക്ടർ എടുത്തിട്ട് പോകുന്നുണ്ട്. വാല് കൊണ്ടുവരില്ല, തല മാത്രമേ പോയിട്ടുള്ളൂ. അതുപോലെ മെഷീനിലാണ് നമ്മളെ ലോഡ് വരുന്നത്. അത് ഈ വണ്ടിക്കുള്ളതാണ് തോന്നുന്നുണ്ട്. അതാണ് അവിടെ നിന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരും. ആ വണ്ടിയിലുള്ള അവിടെ നിൽക്കും. നമ്മൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്. രാത്രി ഒരു 8:15 നമ്മൾ കമ്പനിയിൽ കയറിയപ്പോൾ ഒരു 10 മണിയായപ്പോൾ നമ്മളോട് പോയിൻ്റേക്ക് വെക്കാൻ പറഞ്ഞ് കടക്കാൻ പറഞ്ഞു. നിങ്ങൾ കടന്നോളി, ലോഡ് രാവിലെ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കടന്നത്. അപ്പം ഇങ്ങനെ ലോഡ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പക്ഷെ പകുതി ആയി. ഇവിടെ ഒന്നും വണ്ടിയിൽ ഇറങ്ങാനോ കയറാനോ പറ്റാത്തൊരവസ്ഥയാണ്. കണ്ടില്ലേ, ഈ ആകെ ഈ സിമെൻറ്റ് വെള്ളമാണ്. ഇതിൽ ചവിട്ടിയിലാണെന്ന് ഇങ്ങനെ നടക്കാൻ നമുക്ക്. വണ്ടിക്കൊന്ന് കയറണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ തന്നെ പോകാൻ പാടുള്ളൂ, വേറെ മാർഗ്ഗമല്ല. എൻ്റെ ആകെ വണ്ടിയിലുള്ള ആകെ അരപ്പാണ്. അപ്പോൾ ഇതൊക്കെ പൊട്ട് സാധനം വലിച്ചേരുണ്ട്. അതൊക്കെ വണ്ടി ലോഡ് ചെയ്യേണ്ടത് ഇങ്ങോട്ട് ഒഴിവാക്കേണ്ടതാണ്. കുറേ ഉണ്ടാക്കി വെച്ചേക്കണ്. ഇതാണ് ഈ മെഷീനിൽ ഇങ്ങനെ വരും. ഇതിപ്പോൾ കാലിയാണ്. അവിടെ ഇറക്കി വെച്ച് വരെ കയറും. ഇതിലൊക്കെ ഓരോ ലോക്ക് ഉണ്ട്. ഈ ബെൽറ്റ്, പച്ച പ്ലാസ്റ്റിക്കിൻ്റെ ബെൽറ്റ് ഓരോ കെട്ട് ഫുള്ളാകുമ്പോൾ ഒരു ലോക്ക് ഇട്ട് വെക്കും. അപ്പോൾ ഒന്നും കൂടി അവിടെ നിന്നോളും. പിന്നെ നമ്മളെ വകയുള്ള പായിട്ട് കെട്ടലും കൂടി ആകുമ്പോൾ കുഴപ്പമില്ലാതെ നിൽക്കും. കാരണം വെയ്റ്റ്ലെസ് കട്ടാക്കുക, വെയ്റ്റ്ലെസ് ബ്രിക്ക് എന്നൊക്കെയാണ് പറയണത്. ഇതൊക്കെ അനല്ല, നമുക്ക് സുഖമായിട്ട് ഈ സൈഡ് പൊക്കാം. ഒരുപാട് വേസ്റ്റ് ഉണ്ട്. മലമാതിരി ഇങ്ങനെ കൂട്ടിയിട്ട് കാണാം. ഇത് സാധനം ലോഡിങ് നടക്കുമ്പോൾ വേസ്റ്റാണ് അതൊക്കെ ഫുള്ള് എല്ലാ ഭാഗത്തും. ഒരു ലോകം എന്നൊക്കെ പറഞ്ഞ മാതിരി ഇതൊക്കെ ലോഡ് കയറ്റാനുള്ള വണ്ടികളാണ്. ഇത് കണ്ടില്ല, ഇവിടെയൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഫുള്ള് കൂട്ടി നിരത്തിട്ട് നമുക്ക് ഇത് 35,000 റുപ്യാണ് വാടക. 23-24 ടൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 35,000 നമ്മൾ വാടക പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് ബേപ്പൂര്. ഒരുപാട് വൈകാതെ ലോഡ് ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് കാട് പാസ്സാകാൻ പറ്റുള്ളൂ. ഏകദേശം 5 മണിക്കൂർ വേണം നമുക്ക് ഇവിടുന്ന് ഗുണ്ടൽപേട്ട കാട്ടിലേക്ക് എത്താൻ.
മറ്റന്നാളെ ഞായറാഴ്ചയാണ്. നമുക്ക് പുറത്തിറങ്ങിക്കാണ്ട് ഒരു ചായ കുടിച്ചാൽ. ഇത് പല സൈസ് ഉണ്ട് അല്ലേ? ഇത് കട്ടൊരു ഇത് കൂടിയതാ, ഇത് നീളം കൂടിയത്. വേണ്ടേ ഇതിന് ഓരോട് പറഞ്ഞ് ഇത് കണ്ടില്ല ഓരോ കട്ട. ഇത് എത്ര വലുപ്പമുണ്ട്? ഇതിൻ്റെ ഒരു അടിയിൽ ചെറുതാണ്, നീളം കൂടിയത്, പല ഐറ്റംസും ഉണ്ട്. അപ്പോൾ ലോക്കാക്കിയിട്ട് പോവാം, നമുക്കൊരു ചായ കുടിച്ച് വരാം. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ചായ എന്ന് പറഞ്ഞത് അതൊക്കെ കുറേശ്ശെ കഴിക്കും. റോബസ്റ്റ് ബന്ന് ചായ വേറൊന്നും കിട്ടാനില്ല ഇവിടെ. ഇപ്പോൾ കമ്പനീൻ്റെ പുറത്താണ്. ഇപ്പോൾ ചെറിയൊരു പെട്ടിക്കട ഉണ്ട്, അപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ്. അപ്പോൾ കാലിച്ചായ കുടിച്ചിങ്ങനെ കമ്പനിക്ക് പോകണം. ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, ഒക്കെ കമ്പനികളാണ്. ഗ്രാനൈറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണത്. നമ്മളെ കമ്പനി ഇത് അപ്പുറത്താണ്, കാണുന്നില്ല ഈ മരങ്ങൾ കൊണ്ട്. അതാണ് നമ്മളെ കമ്പനി. ഇവിടെയാണ് ആ കല്ല് കട്ട് ചെയ്യുന്നത്, ഗ്രാനൈറ്റിൻ്റെ വലിയ പാറ കൊടുന്ന് കട്ട് ചെയ്യാം. അതാണ് പാറ. അതിങ്ങനെ കട്ട് ചെയ്ത് ഓരോരോ പീസാക്കും, ചെറിയ ചെറിയ പീസാക്കും. പുതിയ പുതിയ ഒരുപാട് കമ്പനികൾ പൊന്തുണ്ട് അവിടെ. അതാ പണി നടക്കുന്ന കാണാനുണ്ട്. ഇതാണ് നമ്മളെ കമ്പനി, ബിൽടെക് ബിൽഡിംഗ് എൻ്റർപ്രൈസസ്. നമ്മളെ ലോഡിങ് എന്തായിക്കൊണ്ടെന്ന് അറിയില്ല കേട്ടോ, പോയി നോക്കട്ടെ. കുറേ നടക്കാണ്ട്, അങ്ങനെ തലക്കെത്തണം. ഇത്രയും ദൂരം നടന്നിട്ട് ഒരു കാലിച്ചായ കുടിച്ചാലും ഒക്കൂല. ആ പഴം പന്ന, ആകെ പഴം പന്ന ചെന്നിട്ടുണ്ടത്. ഈ വണ്ടിയൊക്കെ കണ്ടിട്ടേ കുറേ കാലം എടുത്തിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ കുറേ അവസ്ഥ കണ്ടില്ല, ഇതിൽ ബസ്സൊക്കെ കണ്ടില്ലേ. ഇപ്പം അടുത്ത കാലത്തൊന്നും എടുത്തിട്ടില്ല. ലോഡ് കയറ്റം കൂടുതൽ നിർത്തിക്കാണ്ട് പോയതാ തോന്നുന്നു. പിന്നീട് പോയ വഴിക്ക് ആൾ വന്നിട്ടില്ല. ഇതിപ്പോൾ വന്ന വണ്ടിയാണ്. ഇത് കൊണ്ടോട്ടിക്ക് ലോഡായിട്ടുള്ള വണ്ടിയാണ്. വലുപ്പം എത്തിയിട്ടുള്ളൂ. പുറത്ത് വെച്ച് കണ്ടിരുന്നു ഞങ്ങൾ ചായ എടുക്കാൻ പോയപ്പോൾ. ഒക്കെ കനത്തപ്പെട്ട വണ്ടിയാണ്, നിർത്തിയിട്ട് കാലം കുറേ ആയിക്കണം. കുറേ വണ്ടി ഉണ്ടല്ലോ അങ്ങനെ. കമ്പനി വണ്ടിയാ ഇതൊക്കെ തന്നെ എടുക്കുന്ന വണ്ടിയാണ്. വേസ്റ്റ് കട്ടലുണ്ടല്ലോ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ പോയപ്പോൾ നല്ല മഴക്കാറാണ്. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളി ഉണ്ടായിരുന്നു. ഇപ്പം നല്ല വെയിലായി. കാലാവസ്ഥ പെട്ടെന്ന് അങ്ങനെ മാറും. അത് ഈ ചളി പിളിയാണ്. ഒരു ഭാഗത്തു കൂടെ അങ്ങനെ വണ്ടി പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാലൊക്കെ ആകെ അരപ്പായി. കഴിഞ്ഞ ആവല്ലോ ഓടിന്. നമ്മൾ പോയപ്പോഴത്തേലൊരു രണ്ടട്ടിയും കൂടി അയക്കണം. അത്ര തന്നെ വേറെ മാറ്റമൊന്നുമില്ല. ഭയങ്കര സ്ലോ ആണ്. എന്നാലും 10 മണിക്ക് കയറ്റൽ തുടങ്ങിയത് ലോഡ്. നമുക്ക് 9:15 ഇപ്പോൾ തീരാന്നാവും. അപ്പം നമ്മൾ ലോഡിങ് ഏകദേശം തീരാനാണ്. അതിന് കുറച്ചുകൂടി ബാക്കത്തൊരു അട്ടി കൂടി ബാക്കിയുള്ളൂ. ആ ബാക്കിൽ ഗ്യാപ്പ് വരുന്നുണ്ട്, കട്ടക്ക് ചെറിയ ചെറിയ ഗ്യാപ്പ്. ആ ഗ്യാപ്പിലൊക്കെ ചാക്ക് തിരികുന്നുണ്ട്. മേലെ ബായി മറ്റേ ലോക്ക് ചെയ്യുന്നുണ്ട്, ബെൽറ്റ് ഇട്ടുകൊണ്ട്. അപ്പം നമ്മളെ ലോഡിങ് ഒക്കെ കഴിഞ്ഞാൽ ഇതാ പായിട്ടുകൊണ്ടിരിക്കണം. ഇവിടെ പായിടാൻ ആൾക്കാരുണ്ട് കേട്ടോ. അത് ഓരോരോ മാമൂലായിട്ടാണ് പായിട്ടെടുക്കൽ. ഒരു ചെറിയ ചായ പൈസയും വാങ്ങും. ഈ ലോക്കലിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് കെട്ടിച്ചാന്ന് പറഞ്ഞത് അതൊരു നഷ്ടമാണ്. പിന്നെ എന്താ വെച്ചാൽ അവർക്കൊരു ചായ പൈസ, കണ്ടമാനം പൈസ നമ്മൾ ആർട്ടിഒക്കും പോലീസിനും ഒക്കെ അനാവശ്യമായിട്ട് കൊടുക്കും. ഞാൻ വാടകയും കുറച്ച് കൊടുക്കല്ലേ വാടകയിലൊക്കെ. പിന്നെ ഇപ്പോൾ 100-200 പോകണം നമ്മൾ നഷ്ടം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് കുഴപ്പമില്ല. 10:45 ആയിട്ടുള്ള സമയം. ഓടി കാട് പിടിക്കണം. ഇന്നിപ്പോൾ താമരശ്ശേരി ചുരം എന്താ അവസ്ഥ എന്നറിയില്ല. വണ്ടി വിടുണ്ടോ ഇല്ലയെന്നറിയില്ല. അല്ലെങ്കിൽ നാടുകാണി ചുരം
കോഴിക്കോട്ടൊക്കെ ആയതുകൊണ്ട് താമരശ്ശേരി ചുരമായിരുന്നു നല്ലത്. അപ്പോൾ നമ്മളെ പായിടുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്രിഡ്ജിൽ വന്നതാണ് തൂക്കാൻ. ഇതാണ് ബ്രിഡ്ജ്. അപ്പോൾ ബില്ല് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ബില്ല് വാങ്ങാൻ വേണ്ടിയിട്ട് കാക്ക പോയിട്ടുണ്ട്. ബില്ല് കിട്ടിയാലേ തൂക്കുള്ളൂ. സാധാരണ എല്ലായിടത്തും തൂക്കിയതിൻ്റെ ശേഷമാണ് ബില്ല് തരല്. പിന്നെ ലോഡ് എണ്ണം ആയതുകൊണ്ട് 1500 കട്ടാണ് നമുക്കുള്ളത്. പിന്നെ തൂക്കാമെന്നുള്ളൂ. 22-23 ടൺ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബില്ല് ഇപ്പോഴാണ് കിട്ടിയത്. ഇപ്പോൾ സമയം 5 മണിയായി. 11 മണിയായപ്പോൾ ലോഡ് കയറ്റി കഴിഞ്ഞതാണ്. പേയ്മെൻറ്റ് ഇട്ട് അപ്രൂവലാകാത്ത കാരണത്താൽ ഇത്രയും സമയം വൈകി. നമുക്ക് അത് ആ സമയത്ത് ഒരു 12 മണി 1 മണി ഒരു മാക്സിമം ഒരു 3 മണി വരെ നമുക്ക് ബില്ല് കിട്ടിക്കണമെങ്കിൽ നമുക്കൊരു പാസ്സായിട്ട് പോകാമായിരുന്നു. അപ്പോൾ നല്ല മഴയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയൊക്കെ അതുവരെ ബില്ല് കിട്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കാർഡ് പാസ്സാകാലൊന്നും നടക്കില്ല. അപ്പോൾ അവിടെ കാറിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ തന്നെ 12 മണിയാവും രാത്രി. അപ്പോൾ ഏതായാലും മഴയും പെയ്തു. അപ്പോൾ അതൊക്കെ അങ്ങനെ പോകട്ടെ. അപ്പോൾ നമ്മൾ ഗുണ്ടൽപ്പട്ട കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ പമ്പിൽ കൊടുന്നാണ് ഇന്നലെ രാത്രി സൈഡാക്കിയത്. 12:30 മണിക്കാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ 6 മണിക്ക് കാർഡ് തുറന്നിട്ടുണ്ട്. 6:30 ആയി. അപ്പോൾ ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ പോകണം നമ്മളെ ബന്ദിപ്പൂർ ഫോറസ്റ്റിക്ക്. അപ്പോൾ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ലോഡ് ഇറക്കില്ല. യൂണിയൻകാരാണ് ലോഡ് ഇറക്കാനുള്ളതെന്നാണ് പറഞ്ഞത് പാർട്ടി. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഇറക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ അർജൻറ്റ് കൂട്ടി പമ്പിൽ കാട്ടിൽ കയറുന്നില്ല. തിരക്കായിരിക്കും കയറുന്ന സമയത്ത്. അപ്പോൾ നമ്മളിവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം തിരക്കൊക്കെ കുറയും. അപ്പോൾ ഒരു കാലി ചായ കുടിച്ചിട്ട് അങ്ങനെ ഫോറസ്റ്റിൽ കയറാം. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബേപ്പൂർ എത്തിയിട്ടുണ്ട്. പായൊക്കെ കഴിച്ചെടുത്ത് ലേശം ക്ഷീണിച്ചു. ആ ക്ഷീണത്തിലിങ്ങനെ ഇരിക്കുകയാണ്. യൂണിയൻകാരാണ് ഇറക്കാനുള്ളത്. ബാർഗെയിനിങ് നടക്കുകയാണ്. കയറിയിരിക്കണം. ഒരു യുദ്ധത്തിനുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ബേപ്പൂർ പോർട്ടിൻ്റെ അടുത്താണ്. മുൻപിൽ കാണുന്നത് പോർട്ടാണ്. ആൾക്കാർ വരുന്നുണ്ട്. ഒരു യുദ്ധത്തിനുള്ള ആൾക്കാരുണ്ട് കേട്ടോ. കയറിക്കോളി. ആളെണ്ണം ഓരോ കട്ടെടുക്കാനുള്ളൂ. യുദ്ധം നടക്കും. ഒരു യുദ്ധത്തിനുള്ള ആളെ വേണം. അപ്പോൾ ഇനിയിപ്പോൾ ഓരോ കണ്ട് ഇറക്കട്ടെ. നമുക്ക് വയറ്റക്ക് എന്തെങ്കിലും ആക്കാം. അങ്ങനെ പുതിയ ബിൽഡിങ്. അപ്പോൾ ഇതാണ് ബേപ്പൂർ തുറമുഖം, ബേപ്പൂർ പോർട്ട്. ലക്ഷദ്വീപ് സഹകരണ വിപണന സംഘം ക്ലിപ്തം ലക്ഷദ്വീപിൻ്റെ സംഗതികളാണ് ഇവിടെ നിന്ന്. ഉള്ളിലേക്കൊന്നും കയറാൻ അനുവാദമില്ല. ചെറിയ കുഞ്ഞിക്കപ്പൽ ബോട്ടുകളൊക്കെ ഉണ്ട് അവിടെ. അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ അവസ്ഥ. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് ലോഡ് ഇറക്കുന്നത്. കേരള മാരിടൈം ബോർഡ് ഷിപ്പ് ബ്രേക്കിംഗ്. ഇവിടെയാണ്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലോഡ് ഇറക്കുന്നത്. സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഏരിയൻ്റെ ഉള്ളിലാണ്. നമ്മളങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത്. എന്താ ബോട്ടിൻ്റെയും കപ്പലിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ. നമ്മൾ അവിടെയാണ് ലോഡ് ഇറക്കുന്നത്. ഭക്ഷണത്തിൻ്റെ ഗ്യാസ് ഭക്ഷണം കഴിച്ചപ്പോൾ ഗ്യാസൊക്കെ പുറത്താണ്. പകുതി ആയിക്കോണമെന്നുണ്ട് ലോഡ്. ഒരു ഓഫ് റോഡാണ്. മഴ പെയ്തിട്ട് കുഴപ്പമില്ല. കുറച്ച് ചളി ഉണ്ടെന്നുള്ളൂ. കുറേ ഡ്രമ്മ് കൂട്ടി വെച്ചിരിക്കുന്നു ഇവിടെ. ഡ്രമ്മിൻ്റെ ഒരു മല തന്നെ ഉണ്ട്. ഏകദേശം പകുതിയായി തുടങ്ങിയിരിക്കണം ലോഡ്. 1500 കട്ടയും 1500 പണിക്കാറും ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നടക്കും. നമ്മളെ ലോഡെല്ലാം കാലിയായിട്ടുണ്ട്. കുറേ പൊട്ടും പൊടിയുണ്ട്. ഇത് ക്ലിയർ ആക്കണം. ക്ലിയർ ആക്കാതെ നമുക്ക് ഓടാൻ കഴിയില്ല. കാരണം പൊടി മാറിയാലേ
മറ്റുള്ള യാത്രക്കാർക്ക്, ബൈക്ക് യാത്രക്കാർ, അങ്ങനെ റോഡിലെ യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ അത് ക്ലീൻ ആക്കണം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി കുറച്ചാണ് മുന്നേക്ക് മാറ്റിയിട്ടു, പൊടി തട്ടാൻ. നമ്മൾ ബസ്സൊക്കെ വാങ്ങി കാക്ക പൊടി തട്ടുണ്ട്. മറ്റത് ഓടുമ്പോൾ പാറുതെ. അപ്പോൾ നമ്മളെ വീട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ അടുത്ത പുതിയൊരു ലോഡും പുതിയ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കും. എന്തെങ്കിലും നമുക്ക് നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറയണ്ടേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.